അതേ ഹറാം ഒരു ഭാഗത്ത് സംഭവിക്കുകയാണ്. അതേ കല്യാണത്തിന്റെ ഭാഗമായി മുഖത്ത് നിരവധിയായ ചായങ്ങൾ പിടിപ്പിച്ചിട്ട് മുഖത്ത് കുത്തിയിട്ടിട്ട് റീൽസുകൾ ഉണ്ടാക്കുകയാണ്. ആ റീൽസുകൾ ആരൊക്കെയോ അതേ അവരുടെ ഇൻസ്റ്റയിലും അവരുടെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുകയാണ്. നഊദു ബില്ലാഹ്. രക്ഷിതാക്കളെ ശ്രദ്ധിക്കണേ, ഉമ്മമാരെ ശ്രദ്ധിക്കണേ, ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണേ. നമ്മൾ ശ്രദ്ധിക്കാതെ ഇനി എപ്പോഴാണ് ശ്രദ്ധിക്കുക? നഊദു ബില്ലാഹ്. കടുത്ത ഹറാമുകൾ നടക്കുകയാണ്. കടുത്ത ഹറാമുകൾ നടക്കുകയാണ്. കല്യാണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ ഫോട്ടോഷൂട്ടുകളാണ്, വിവിധങ്ങളായ വീഡിയോകൾ ഉണ്ടാക്കുകയാണ്, വിവിധങ്ങളായ അഭിനയങ്ങൾ നടക്കുകയാണ്. പുതിയാപ്പിള സ്റ്റേജിൽ നിൽക്കുന്നു, പുതുനാട്ടി സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന സമയത്ത് പുതുനാട്ടിയുടെ സൗന്ദര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അവിടെ വിവിധങ്ങളായ പാട്ടുകളും വിവിധങ്ങളായ പരിപാടികളും നടക്കുകയാണ്. അതെല്ലാം ഒരു ക്യാമറാമാൻ ഒപ്പിയെടുക്കുകയാണ്. ഈ ഒപ്പിയെടുത്ത വീഡിയോ സോഷ്യൽ മീഡിയകളിൽ അവർ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ അപ്ലോഡ് ചെയ്ത ഒരു പെണ്ണ്, ഒരു ചെറുപ്പക്കാരൻ, അതിനുവേണ്ടി കൂട്ടുനിന്നവർ, അതിനുവേണ്ടി ആ ഹറാം എല്ലാവരും ആലോകരും മുഴുവനും ആ ഹറാം കാണുന്നതിന് വേണ്ടി ആരെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുവോ ആ പെണ്ണടക്കം അതിന് കുറ്റക്കാരാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവർ കുറ്റക്കാരാണ്. കടുത്ത ഹറാമുകൾക്ക് അവർ നേതൃത്വം നൽകി. അല്ലാഹു വെറുതെ വിടുകയില്ല. അഊദു ബില്ലാഹ്. എന്നിട്ട് ആ വീഡിയോ അപ്പോഴും അവിടെ ഇൻസ്റ്റയിലുണ്ട്, അവിടെ ഫേസ്ബുക്കിലുണ്ട്, വിവിധങ്ങളായ സോഷ്യൽ മീഡിയകളിലുണ്ട്, സ്റ്റാറ്റസുകളിലുണ്ട്. അതേ സമയത്ത് ആ പെണ്ണ് റൂമിന്റെ ഒരു മൂലയിൽ ഇരുന്ന് ചൊല്ലുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹു ഈ തൗബയെ സ്വീകരിക്കുമോ? ഈ പാപമോചനത്തെ അല്ലാഹു പൊരുത്തപ്പെടുമോ? അല്ലാഹു ഖബൂലാക്കുമോ? നിസാരമായി കാണരുത്, നിസാരമായി കാണരുത്. വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആ ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുമ്പോ, ഹജ്ജിന് വേണ്ടി പോകുമ്പോ, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോ ആദ്യം ചെയ്യേണ്ടത് മാലോകരുടെ മുന്നിൽ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആ ഹറാമിന്റെ വീഡിയോ ഇൻസ്റ്റയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാതെ ഈ പെണ്ണ് എത്ര വലിയ ബ്ലോഗറായാലും, എത്ര വലിയ കുട്ടിയിട്ടാലും, എത്ര വലിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് ആളുകളുടെ മുന്നിൽ ആടിത്തിമിർത്താലും ആ പെണ്ണ് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കാര്യമുണ്ടാവൂല. അല്ലാഹുവിനോട് റബ്ബേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് പെണ്ണിന്റെ ഹറാമുകളെ, അതേ ഒരു പെണ്ണിന്റെ മുഖവും മുഖയുമെല്ലാം അന്യപുരുഷന്മാർക്ക് കാണൽ ഹറാമല്ലേ, കാണിച്ചു കൊടുക്കൽ ഹറാമല്ലേ. അതിന് ഈ പെണ്ണ് കാരണമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കാര്യമുണ്ടാകുമോ? നഊദു ബില്ലാഹ്. രക്ഷിതാക്കളെ ശ്രദ്ധിക്കണേ, ഉമ്മമാരെ ശ്രദ്ധിക്കണേ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം ഈ പെണ്ണ് മരണപ്പെട്ടാലോ? വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, പിറ്റേ ദിവസം ഈ പെണ്ണ് മരണപ്പെടുകയാണ്. എന്താ ഉണ്ടാവുക? പെണ്ണെ നീ അല്ലേ അതിന് കാരണം? രക്ഷിതാക്കളെ നമ്മളല്ലേ അതിന് കാരണം? ഉമ്മമാരെ നമ്മളല്ലേ അതിന് കാരണം? സുബ്ഹാനല്ലാഹ്. മരണം എപ്പോഴും സംഭവിക്കാമല്ലോ. ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ഭാഗത്തെ ഹറാമുകൾ ഇങ്ങനെ നടക്കുകയാണ്. ആരൊക്കെയോ ആ വീഡിയോകൾ